ഇതാണ് വലിയ കുഞ്ഞു തന്ന മാല. നോക്കട്ടെ. ചേടാ, നീ എന്താ ഇത് പണയം വെക്കാൻ കൊണ്ടുപോവാ? അല്ല, ബാങ്കുകാരെ നോക്കണ പോലെ നോക്കണു. വേണമെങ്കിൽ ഞാനൊരു കല്ലെടുത്തോണ്ട് വരാം, ഒരച്ചൂടി നോക്കിക്കോ. അതല്ല ചേച്ചി, ഇതിലെന്തോ ഉണ്ട്, ഞാൻ അതാ നോക്കുന്നേ. നീ അത് തൊലക്കരുത്, അത് ഓപ്പൺ ടൈപ്പ് അല്ലാന്നാ തോന്നണേ. അല്ല ചേച്ചി, ഇത് ഓപ്പൺ ടൈപ്പ് ലോക്കറ്റ് തന്നെയാ. ഇങ്ങെടുക്ക് നോക്കട്ടെ. കല്യാണി, എന്ത് പറ്റി? എന്താ രണ്ടാളും കൂടി അമ്പരം നോക്കുന്നേ? കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല അച്ഛാ, അച്ഛന് ചായ എടുക്കട്ടെ? വേണ്ട, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്താൽ മതി. ഇപ്പൊ കൊണ്ടുവരാ അച്ഛാ. പരീക്ഷയുടെ പേപ്പറൊക്കെ തന്നോടാ? ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂള് തുറന്നല്ലേ ഉള്ളൂ അച്ഛാ. മലയാളത്തിന് മാത്രമേ ആൻസർ പേപ്പർ തന്നോളൂ, അതിന് എനിക്കാ ഫസ്റ്റ്. മലയാളത്തിൽ വാങ്ങാൻ എല്ലാവർക്കും പറ്റും, അത് മാത്രം പോരാ, എല്ലാത്തിലും ഫസ്റ്റ് അടിക്കണം. എന്നാലേ നിന്റെ കളക്ടർ മന്ത്രി പരിപാടിയൊക്കെ നടക്കൂ. ശ്രമിക്കുന്നുണ്ടച്ചാ. ഞാൻ ശ്രദ്ധിച്ച് പഠിച്ചോളാം അച്ഛാ. കുഴപ്പമില്ല, ഞാൻ എടുക്കാം. ഹലോ, ഇപ്പൊ വരാം. മാഡം വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം. മാലയായിട്ട് അച്ഛൻ പോയല്ലോ ചേച്ചി, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കാകെ പേടിയാവുന്നു അനിയൻകുട്ട. ആ മാലയില് ഇനി നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ എല്ലാം തീർന്നു. ഈശ്വര, അതെ അതെ, എല്ലാ കൊല്ലവും ചെയ്യാറില്ലേ അതേപോലെ. മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാ മുടക്കം വരാതെ ഞാനിത് നടത്തുന്നേ. അല്ല, ഇക്കൊല്ലം സമൂഹ വിവാഹത്തിന് എത്ര പേരുണ്ട്? എല്ലാ കപ്പിൾസും ജെന്യുവിൻ കേസുകളാണല്ലോ അല്ലേ? ഓ ഐ സി. വൈകിട്ട് ദാസേട്ടന് ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം, ലിസ്റ്റ് കൊടുത്തു വിട്ടാ മതി. പിന്നെ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്ക്. ഇപ്പൊ എനിക്ക് അല്പം പണിയുണ്ട്, യാത്രയ്ക്ക് നിൽക്കുക. വിളിച്ചാ മതി. ദാസേട്ടാ, അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോണം, കാർ എടുക്ക്. ശരി മാഡം.
ആ വിലാസിനെ, സമൂഹ സദ്യക്കും അനാഥാലയങ്ങൾക്കും കൊടുക്കാനുള്ള ചെക്ക് ഞാൻ ഏൽപ്പിച്ചില്ലേ? ആ എന്റെ കയ്യിലുണ്ട് ചേച്ചി. ആ, 1 മണിക്കൂർ കഴിഞ്ഞവരെത്തും. ഏൽപ്പിച്ചേക്കണം. ആ ശരി ചേച്ചി, ഞാൻ ഏൽപ്പിച്ചേക്കാം. ദാ ഉം. ദാസേട്ടാ, എ സിക്ക് എന്താ കൂളിംഗ് കുറവാണോ? അതെ മാഡം, മാക്സിമം കൂട്ടിയിട്ടിരിക്കുക. ശരി, നാളെ തന്നെ മെക്കാനിക്കിനെ കാണിക്കണം. ശരി മാഡം. റിപ്പയറിംഗിൽ ശരിയാവുന്നില്ലെങ്കിൽ ഈ എ സി സെറ്റോട് കൂടി മാറ്റി പുതിയൊരെണ്ണം ഫിറ്റ് ചെയ്തോളൂ. ശരി മാഡം. ഹലോ, ആ മഹേശ്വരി, ഹായ്, കണ്ടിട്ട് എത്ര നാളായി. ഞാൻ അല്പം മുമ്പ് കൂടി വിചാരിച്ചതേ ഉള്ളൂ ഒന്ന് വിളിക്കണമെന്ന്. ആ അതെ അതെ, അരവിന്ദാണിപ്പോ MD. ഓ ശരി ശരി മഹേശ്വരി, ഞാൻ വിളിക്കാം. ബൈ, ടേക്ക് കെയർ. നീ വളരെ ലേറ്റായി. എത്ര നേരമായിട്ട് ഞാനിവിടെ കാത്തു നിൽക്കാന്ന് അറിയോ? റാണി, കമോൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന്റെ ഇടയിന്നാ ഞാനിങ്ങനെ പെടച്ചടിച്ചു വന്നിരിക്കുന്നത്. നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് ഞാൻ ആ പഴയ അരവിന്ദല്ല, അത് മനസ്സിലാക്ക് നീ. അറിയാം, അരവിന്ദ് ഇന്ന് 16 കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടറാ. ഭാര്യ കോടീശ്വരിയും നന്ദന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD-യുമായ മിസസ് നന്ദന അരവിന്ദ്. അങ്ങനെയുള്ളപ്പോ ഈ ദാരിദ്ര്യവാസി കൂട്ടുകാരിയോട് അടുപ്പം കാണിച്ച ബാധ്യതയാകുമെന്ന് ഭയക്കുന്നു. അതല്ലേ സത്യം? നോക്ക്, നീ എന്തിനെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ആവശ്യമില്ലാത്തതല്ല, ആവശ്യമുള്ളതാ. സി അരവിന്ദ്, ഇന്ന് നിനക്ക് പ്രണയം ഒരു സുന്ദരമായ നുണയാവാം, അല്ലെങ്കിൽ സുന്ദരമായ 100 നുണകളിൽ ഒന്ന്. പക്ഷെ ഒരിക്കലും എനിക്കങ്ങനെ ആയിരുന്നില്ല. നീ എന്നെ ഒഴിവാക്കി പോയപ്പോഴും നിന്നെ ഒരു നോക്ക് കാണാൻ മാത്രം സ്വപ്നങ്ങൾ കണ്ട് കൊതിച്ച ഒരുപാട് രാത്രികൾ ഉണ്ടായിരുന്നു എനിക്ക്. കല്യാണാലോചനകൾ വരാഞ്ഞിട്ടല്ല, പക്ഷെ ഒരു പെണ്ണൊരാളെ സ്വന്തമാണെന്ന് കരുതി മനസ്സിൽ മുദ്ര വെച്ചാൽ അവന്റെ ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കില്ല. നിനക്കത് അറിയാത്തതുകൊണ്ടാ. റാണി, എന്താ നീ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒരു പക്ഷെ കരുതുന്നുണ്ടാവും ഞാൻ അങ്ങനെ അഭിനയിക്കുകയാണെന്ന്. അല്ല, ഇന്ന് സത്യത്തിൽ എനിക്കൊരു കാമുകിയുടെ ഭാഷ മനസ്സിലാവില്ല. നീ എന്നെ ഒരു അപകടത്തിൽ നിന്ന് സഹായിച്ചു, ശരി തന്നെ. എന്ന് വെച്ച് എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങളെ മറക്കാനാവില്ല.
പിന്നെ പ്രണയിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലല്ല ഞാനൊരു മാതൃകാ ഭർത്താവാണെന്നോ മഹാനാണെന്നോ നീ കരുതരുത്. എനിക്കതിന് ഒരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു സുഹൃത്തിൽ കവിഞ്ഞൊരു ബന്ധം നിന്നോടുണ്ടാക്കാൻ ഞാൻ തയ്യാറുമില്ല. ഒരു അപകടത്തിൽ സഹായിച്ച നല്ല സുഹൃത്തെന്ന നിലയിൽ നിന്നോടൊപ്പം ഞാനുണ്ടാവും. എന്ത് സഹായത്തിനും വേണമെങ്കിൽ ഒരു ചെക്ക് എഴുതി തരാം. തുക എത്രയാണെന്ന് പറഞ്ഞാൽ മതി. എത്രയാണെങ്കിലും ആവശ്യപ്പെട്ടോ. പക്ഷെ ഇനി എന്നെ നീ വീണ്ടും വീണ്ടും ഫോൺ ചെയ്യരുത്. അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കത് അറിയായിരുന്നു. പണത്തിന്റെ ഭാരം കൊണ്ട് നീ എന്നെ അളക്കുമെന്ന്. ശരിയാ, ആരും ഇല്ലാത്തവർക്ക് എന്നും കൂട്ടാവുന്നത് ഓർമ്മകളും സ്വപ്നങ്ങളും മാത്രമാ. എനിക്കും അത് പാടില്ലെന്ന് നിനക്ക് വിലക്കാൻ പറ്റില്ല. നോക്ക്, നിന്റെ പണം എനിക്ക് വേണ്ട. പറ്റുമെങ്കിൽ നിലനിൽപ്പിന് ഒരു ജോലി റെഡിയാക്കി തന്ന ഉപകാരം. നിന്റെ 16 കമ്പനികളിൽ ഏതെങ്കിലും ഒന്നിൽ. റാണി അത് ഓക്കേ, പക്ഷെ പിന്നൊരു കാര്യം, നിന്റെ പ്രണയം പൂർണ്ണമായി ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിന്റെ ഭാര്യയ്ക്ക് വാരിക്കോരി കൊടുത്തതിനു ശേഷം ബാക്കി വരുന്ന ഒരല്പം അല്പം മാത്രം ഉണ്ടെങ്കിൽ അതെനിക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് നീ എത്ര വിലക്കിയാലും എനിക്ക് തോന്നുമ്പോ ഞാൻ ഈ ശബ്ദം കേൾക്കാൻ വിളിക്കും. നീ ഒരു പ്രാവശ്യമെങ്കിലും എടുക്കും വരെ. ഇത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇനി നീ തീരുമാനിച്ചാ മതി. ഞാൻ പോന്നു. ആ, നീ ലീവിലാണെങ്കിലും ഒരേ ഓഫീസ് വർക്കിലാണല്ലോ. അരവിന്ദിനെ സഹായിക്കായിരിക്കും അല്ലേ? ഏയ്, ഇത് ബിസിനസ് കാര്യമൊന്നും അല്ല ഇളയമേ. എന്റെ പേഴ്സണൽ മെയിൽ ചെക്ക് ചെയ്യുന്നത്. ഓ, അത് ശരി. ഏതായാലും അരവിന്ദ് അങ്ങ് ഒരുപാട് മാറിയിട്ടുണ്ട്. ആദ്യം അവനെ കമ്പനിയുടെ MD ആക്കിയപ്പോ ഞാൻ കരുതി കമ്പനി പൂട്ടി കെട്ടിയത് തന്നെന്ന്. പക്ഷെ അവൻ അടിമുടി അങ്ങ് മാറിപ്പോയി. ഈ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കാത്തതാ. ആ, എന്ന് പറഞ്ഞാ മാറ്റമില്ലാത്തായിട്ട് ഒന്നുമില്ല ഇളയമേ. ആ, മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. ആ, ദേ, വേണമെങ്കിൽ ഈ കല്യാണി തന്നെ എത്ര മാറി നോക്ക്. ആദ്യം ഒരു ചെമ്പരത്തി ചെടിയുമായി തൃച്ചംബരത്തേക്ക് വന്ന കല്യാണിയാണോ ഇപ്പോ? സംസാരത്തിലും രൂപത്തിലും വേഷത്തിലും ഒക്കെ എന്ത് വ്യത്യാസം വന്നിരിക്കുന്നേ നോക്കിയേ. ആ, അതെ അതെ, വേഷത്തിലും രൂപത്തിലും മാത്രമല്ല, ഉള്ളിലും ഇവളാകെ അങ്ങ് മാറിയിരിക്കല്ലേ. മാറി മാറി അവസാനം ഒരു കര പറ്റിയാ മതിയായിരുന്നു. ആനന്ദ്, കലിതുള്ളിയാണല്ലോ അഖിലയുടെ വരവ്. എന്തു പറ്റി? എന്റെ മകനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. നിന്നിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല.
എനിക്ക് ശേഷം തൃച്ചംബരത്തിന്റെ അന്തസ്സും പ്രൗഢിയും പേരും പെരുമയുമെല്ലാം നീ കാത്തു സൂക്ഷിക്കുന്ന ഞാൻ വിചാരിച്ചത്. അത് നീ നശിപ്പിച്ചിരിക്കേ ഇപ്പോ. സോറി, അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് അമ്മ പറയുന്നേ? ചേച്ചി ചേച്ചി ആകെ ചൂടിലാണല്ലോ. ഏതായാലും തക്കതായ കാരണമില്ലാതെ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടില്ലെന്നറിയാം. ആനന്ദ് എന്ത് തെറ്റാ ചേച്ചി ചെയ്തേ? എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. ദേവി, ഇത് വല്യുവിന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകിയ ചെയിനാണല്ലോ. ഇതെങ്ങനെ മാഡത്തിന് കിട്ടിയത്? ഇത് ഞാൻ കല്യാണിക്ക് കൊടുത്താണല്ലോ. ഇതെങ്ങനെ അമ്മയുടെ കയ്യിൽ വന്നു? ഇനിയിപ്പോ തുറന്ന് ഫോട്ടോയും കണ്ടിട്ടുണ്ടാവോ? ദൈവമേ. ആനന്ദിന് ഓർമ്മയുണ്ടോ ഈ മാല ഏതാണെന്ന്? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ആ മാലയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഇല്ലെങ്കിൽ വലിയ കുഞ്ഞും കൂട്ടുകാരനും കൂടി എന്നോട് അതിനെ കുറിച്ച് തിരക്കില്ലായിരുന്നു. ഇത് ഒരുപാട് പഴയ ഫാഷനാണെന്ന് തോന്നുന്നല്ലേ ചേച്ചി? ഇത് ആരുടെ മാലയാ? ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് എന്റെ അച്ഛൻ പത്മനാഭ മേനോൻ അണിഞ്ഞിരുന്ന ചെയിന. ആനന്ദ്, ഈ മാല നിന്നെ എന്തു പറഞ്ഞാ ഞാൻ ഏൽപ്പിച്ചത്? ഈ ലോക്കറ്റിനുള്ളിൽ നിന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോ ഉള്ളതുകൊണ്ട് ഇത് സൂക്ഷിച്ചു വെച്ചാൽ അവരുടെ അനുഗ്രഹം എന്നും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടാവോ അത്? അതെ അമ്മേ, ഓർമ്മയുണ്ട്. ഞാൻ നിന്നോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച ഈ ചെയിൻ പിന്നെ എന്റെ ബാഗിൽ എങ്ങനെ എത്തി? ചോദിച്ചത് കേട്ടില്ലേ? ഇത് എന്റെ ബാഗിൽ എങ്ങനെ എത്തിയെന്ന്? അത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണിക്കാൻ കൊണ്ടുപോയതാണമ്മേ. അവന് പഴയ ജ്വല്ലറികളിൽ ഭ്രമമുള്ളവനാ. കണ്ടിട്ട് അപ്പൊ തന്നെ തിരിച്ചു തന്നതാ. പക്ഷെ അത് കാറിൽ എവിടെയോ വീണതാണെന്ന് തോന്നുന്നേ. വീണുപോയതാണെന്ന് തോന്നുന്നു. നല്ല ഉത്തരം. നാളെ കൃഷ്ണേട്ടന്റെ ബർത്ത്ഡേക്ക് നൽകാൻ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ ഞാൻ. എവിടുന്നാണെന്നറിയില്ല, ഈ മാല എന്റെ ബാഗിലേക്ക് വന്ന് വീണു. ഇത് അവിടെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ? എന്ത് പകരം വെച്ചാലാ ഇതിന് പകരമാവുന്നത്? നീ എന്താ മോനെ ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാതെ? സോറി അമ്മേ, അബദ്ധമാ. അറിയാതെ പറ്റിപ്പോയതാ. ഇനി ആവർത്തിക്കില്ല. ശരി, ദാ ഇനിയെങ്കിലും ഇത് സൂക്ഷിച്ചു കൊണ്ടുവെക്കണം. പിന്നെ നമ്മുടെ പാരമ്പര്യം സുഹൃത്തുക്കൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. അവര് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടാ മതി. മനസ്സിലാവുന്നുണ്ട് എന്റെ മോന്? മനസ്സിലായമ്മേ, ഇനി ശ്രദ്ധിച്ചോളാം. ആ ചേച്ചി, വല്യുവിനെ, ഞാൻ ആ ചെയിന് ഒന്നും കേൾക്കണമെന്നില്ല. വല്യുവിനെ Ding,